2 ബിഗ് ബോസ്. ജാസ്മിൻ ഗബ്രി ആദ്യം പറഞ്ഞിട്ടില്ല. ഏതാ എപ്പിസോഡ് 22 മസാല ബോണ്ട. ജാസ്മിൻ ഗബ്രി ജാസ്മിനും 21ാമത്തെ എപ്പിസോഡില് ജാസ്മിനും ഗബ്രിനും എന്തോ പ്രശ്നം. പുലർച്ചെ 1:55. ജാസ്മിൻ ഒരു മിനിറ്റ് വെയിറ്റ് പ്ലീസ്. ഞാൻ നീ വിളിച്ചപ്പോ വന്ന ആളാണ്. റൊമാൻറ്റിക് ആയിട്ടുള്ള ആക്ട് ഒക്കെ ഇവിടെ നിന്ന് കിട്ടൂടാ. എന്റെ തല വെട്ടി തുളക്കുന്നുണ്ട്. ഞാനിനി എന്ത് പറയും, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഐഡിയ എനിക്കില്ല. ഞാൻ നിന്നെ വിളിച്ചുണർത്തി. എന്റെ തെറ്റാണ്, എന്റെ മാത്രം തെറ്റാണ്. എനിക്ക് ഉറങ്ങാൻ പറ്റാത്തോണ്ട് ഞാൻ വിളിച്ചുണർത്തി പോയതാണ്. അത് മനസ്സിലാക്കട്ടെ. അതാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കട്ടെ. മോശം. ജാസ്മിൻ കളി തുടങ്ങി. പിന്നെ നേരത്തെ ഗോട്ടി കളിച്ചോണ്ടിരിക്കുന്നത് ഇക്കണ്ണ നടക്കുന്നുണ്ട്. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇത്രയും ദിവസം നമ്മൾ തമ്മിലുള്ളത് നമ്മൾ തമ്മിൽ നിന്നു. പക്ഷെ ഇപ്പൊ നീ ചെയ്യുന്നില്ലേ? നീ ചെയ്തോ. ഒരു കാര്യം ഞാൻ പറയാം. ടേക്ക് എ വെരി വെരി ബാഡ് ഡിസിഷൻ റൈറ്റ് നൗ. ഞാൻ നിന്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ വന്നു. എനിക്ക് വയ്യാതിരുന്ന സ്ഥലത്ത് നിന്ന് നീ വിളിച്ചപ്പോൾ എഴുന്നേറ്റ് വന്നു. നീ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. നീ പറഞ്ഞതിന് ഞാൻ റെസ്പോൺസ് തന്നു. നിന്റെ ഓവർ റിയാക്ഷൻസിനൊക്കെ ഞാൻ സഹിച്ചു. ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ട് നിന്റെ അടുത്തേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇത്രയും ആൾക്കാർ നോക്കിയിരിക്കുന്ന സമയത്ത് നീ ഇവിടെ ഇരുന്ന് എന്റെ മുഖത്തൊക്കെ ഷൗട്ട് ചെയ്തപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഇപ്പോഴും നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യമല്ലേ, ഇതിന്റെ റിയാക്ഷനായിട്ട് എന്റെ അടുത്ത് നിന്ന് വരാൻ പോണത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിരിക്കും. പുലർച്ചെ 2:10. പ്ലീസ് നല്ല രാത്രി ഒരു നല്ല കുടിച്ച് ഇതാക്കലും മുത്തലൊക്കെ ഉണ്ടായിക്കണോ. അതിൻ്റെ മുത്തലൻ്റെ ഒരു മത്തലും ബാക്കിയായിട്ടാണ് പിന്നെ കാണണ്ടേ. ജാസ്മിനും ഗബ്രിയും ഭയങ്കര കട്ടച്ചങ്കലായിരുന്നല്ലോ. സിങ്കി ബിങ്കിയായിരുന്നോ. ഇപ്പൊ കാട്ടക്കണോ ബിങ്കി ആയിക്കണോ. എന്താ പ്രശ്നം? നാളെ പോലെ ഒന്നിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്കുണ്ട്. അതായത് ജാസ്മിൻ ഇങ്ങനെ കിടന്നുറങ്ങണം കേട്ടോ. അതിൽ ഗബ്രി വന്നക്കാണ് ഇങ്ങനെ മുത്തുണ്ട്. എപ്പിസോഡ് തുറക്കുമ്പോ തന്നെ അത് പിന്നെ അതിൻ്റെ അടിയിൽ ഇടയ്ക്ക് തെറ്റിപ്പോണ്ട് പിന്നെയും ഇതാണ്ട് പിന്നെയും മുത്തും ആയിട്ട് ഗബ്രി ചോദിച്ചിട്ടുണ്ടേ ജാസ്മിനോട് ഹൗ മച്ച് ഐ ലവ് യു.
ഇന്നെ എത്ര സ്നേഹിച്ചിട്ടുണ്ട് ഇത്. ആ അപ്പൊ എന്താ പറഞ്ഞു ജാസ്മിൻ? ജാസ്മിൻ പറഞ്ഞു ഉമ്മച്ചി ഐ ലവ് യു. ജാസ്മിനെ ഒന്നും മെയിൻ ചെയ്യണില്ല. ജാസ്മിൻ ഭയങ്കര കട്ടക്കലിപ്പാണല്ലോ. കട്ടക്കലിപ്പിൽ തമ്മിലുള്ള ഇതെന്താ പറയാ, രണ്ടാളും ജയിച്ചിരുന്നുള്ള പ്ലാൻ. അതെ. ഇപ്പൊ ജാസ്മിന്റെ ഇപ്പൊ പറഞ്ഞ മാതിരി എൻഗേജ്മെന്റ് കഴിഞ്ഞറിയില്ലേ, ഇനിയിപ്പോ ജബ്രറ്റ് ആണോ ബാപ്പ മറുപടി പറഞ്ഞു പെട്ടകുണം. പിറ്റേന്ന് രാവിലെ തന്നെ ഇവര് പിന്നെ എല്ലാവരും പാടിയും പവർ റൂമിൽ ഇങ്ങനെ ഇരുന്ന് ഇതാക്കുന്നുണ്ട്. അതിൽ എല്ലാവരും ഭയങ്കര സജീവായിട്ടുണ്ട്. ജാസ്മിനും ബിബ്രിനെയും കാണാനില്ല. ബിബ്രി ബിബ്രി നല്ല പിപ്പിരി ആയിക്കാണ് ബിബ്രി ആയിക്കൂടോ. വിഷയത്തറയ്ക്ക് ഇതൊരു കോഓപ്പറേറ്റ് ചെയ്യണില്ല. അതാണ് മെയിൻ പ്രശ്നം. കാരണം സഹകരിച്ച് പോകുമ്പോഴല്ലേ മുന്നോട്ട് പോകാൻ പറ്റുക. ഒരു എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. കാരണം ജാസ്മിൻ ഇപ്പം ഈ നമ്മളെ ഈ ഇപ്പം ഏതാണ് ഇപ്പം ജാസ്മിനെ കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റേ യമുനയൊക്കെയാണ് അല്ലേ. യമുന സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ചെങ്കിലും. യമുനയാണെങ്കിൽ പിന്നെ അടുക്കളയിൽ ഫുള്ള് കച്ചറ. യമുന അല്ലോ യമുന എന്താ ചിക്കൻ കറീൻ്റെ ഇതിൽ എന്താണ്ടത് ഒരു ചിക്കൻ കറിയില് ചിക്കൻ കറി വെക്കണം, ആരാ വെക്കണം എന്നൊക്കെ പറയട്ടെ. ആ ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ചിക്കൻ കറി വെക്കുക ഇറങ്ങാണ്ട് ആ പ്രശ്നം നമ്മൾ കണ്ടോക്കാം. കുറച്ച് പോകാം. പവർ റൂം പറഞ്ഞ പ്രകാരം ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്ഷൻ അത് ചിക്കൻ പുറത്തെടുത്ത് വെച്ചത്. പക്ഷേ ക്യാപ്റ്റന്റെ ഇത് ടീം ഡിവൈഡ് ആയി കഴിഞ്ഞ ശേഷം കിച്ചൺ ക്ലിയർ ചെയ്യുന്ന എന്നിട്ടത് ഭയങ്കര പ്രശ്നപ്പെടില്ലായി. ഇതാണ് ലാസ്റ്റ് സംഭവം കണ്ടേ. ചിക്കൻ കറി അവിടെ അതായി. അതിൻ്റെ അടി എത്താണ് മറ്റുള്ള പേര് ഗുണിമുണിയ. എന്നിട്ടത് ഭയങ്കര പ്രശ്നപ്പെടില്ലായി. ഇതാണ് ലാസ്റ്റ് സംഭവം കണ്ടേ. ചിക്കൻ കറി അവിടെ അതായി. അതിൻ്റെ അടി എത്താണ് മറ്റുള്ള പേര് ഗുണിമുണിയ. ഒരു ഇതായിട്ട് സംസാരിച്ചിട്ട് പെണ്ണുണ്ടല്ല, എന്താ ഉള്ള പേര് ജനിമണി തന്നെയാണ്. ജനിമണി അതിൻ്റെ ഇടയിൽ കുറേ നേരം ഫുഡ് കഴിച്ചിട്ടില്ല. അതോ ചായ വേണ്ട, ചായ വേണ്ട, ചോറ് വേണ്ട, എനിക്കൊത്തും വേണ്ട. അതിൻ്റെ ഇടയിൽ അൻസിബിൻ പിന്നെ മറ്റേ കുറേ ഏമിച്ചുണ്ട്. പിന്നെ കുറേ എന്ത് ചെയ്തു, എനിക്ക് വേണ്ട ചായ വേണ്ട, കടി വേണ്ട, ഞാൻ പട്ടിണി കിട്ടുന്ന മരിച്ചോളാം. എന്തെല്ലാം ഒരു പേക്കൂത്തില്ലേ, ഒരു പേക്കൂത്ത് എന്ന് പറഞ്ഞാ പേക്കൂത്ത്. അല്ലെങ്കിൽ ഈ മറ്റേ ബിഗ് ബോസിന്റെ പേക്കൂത്തല്ലേ പരിപാടി. അതിൻ്റെ ഇടയിൽ അതിലൊരു സ്കിറ്റ് ഉണ്ടായി. സ്കിറ്റ് എങ്ങനെയുണ്ട്? സ്കിറ്റ് കുഴപ്പമില്ല, അടിപൊളിയാണ്. അതാണ് പേക്കൂത്ത്, പുടുത്തം വിട്ട സ്കിറ്റ് അല്ലേ. അല്ലാഹുമ്മ സല്ലി. ഞാൻ നൊളോളിച്ചണ ചിരിച്ചണ അങ്ങനെ തന്നെയല്ലേ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുണ്ടോല്ലേ ഫാഷൻ ഷോ. അത് പുടുത്തം വിട്ട സോല ഫാഷൻ ഷോ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് ഫാഷന്. പക്ഷെ ഫാഷൻ ഷോന് പ്രത്യേകത എന്താ അറിയോ, കോസ്റ്റ്യൂമൊന്നും മാറുന്നില്ല. ഇതിങ്ങനെ കോസ്റ്റ്യൂം മാറ്റുന്നതൊന്നുമില്ല. ഇതിങ്ങനെ ഇതാവന്നെ. പിന്നെ അതിൻ്റെ ശേഷം വേറെ സംഭവം എന്താ വെച്ചാൽ സകല ടീമും ജാസ്മിനെ ചാമ്പിക്കണം. ലാസ്റ്റ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻസിബ. എന്തായാലും അതായത് ഇപ്പം ഇവള് എന്താ പറയുക, അവളെ പേര് അപ്സര. പിന്നെ അൻസിബാനും റിസിനും നോമിനേറ്റ് ചെയ്തു. ജാസ്മിന് പിന്നെ അതേപോലെ തന്നെ ശ്രീധാന നോമിനേറ്റ് ചെയ്തു. അധികം ആൾക്കാരും ജാസ്മിൻ കേട്ടോ, എല്ലാവരും ജാസ്മിനാണ്. പക്ഷേ ജാസ്മിൻ എന്നിട്ട് ഒരു ചിറി ഉണ്ടല്ലോ മുഖത്തേക്കിട്ട്. ചെറിയ ഒരാൾക്കോ നോമിനേറ്റ് ചെയ്തിട്ട് എന്തായാലും കൂടുതൽ വോട്ട് ഇപ്പോൾ ഓൾക്കല്ല കിട്ടിയത്. പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ വോട്ടിങ് വന്നപ്പോൾ ഓക്കാണ്. അതല്ല വേണ്ടി അതിനെല്ലാം പെരിന്ന് ബിഗ് ബോസ് വന്നിട്ടുണ്ട്. കെട്ടി പൊടിച്ചുകൾ വന്നിട്ടുണ്ടല്ലേ. ഒരു കാലത്തെ കഞ്ഞിയും പയറും തിന്നുന്ന ടീമാണ്. ഇപ്പം
ഇതിപ്പോ അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാരും കഞ്ഞും പറഞ്ഞ് തിന്നിട്ട് തന്നെ വലുതാണ്. അതന്നെ പക്ഷെ ഓ തൊള്ളല്ലേ നാവിന്റെ വലിപ്പം വേറണേ. ബിഗ് ബോസിലൊന്നും അതിനല്ലേ വരണ്ടേ? അത് ശരിയാണ്. പെരയിരുന്നാ പോരെ. പക്ഷെ എന്താ വെച്ചാല് ജാസ്മിൻ ആയതും ഈ ഇതുള്ളതുകൊണ്ട് തന്നെയല്ലേ അറിയപ്പെട്ടെ. പക്ഷെ ജാസ്മിനെ ജനങ്ങൾ നോമിനേറ്റ് ചെയ്യണ്ടോളെ അത് എത്ര ആയാലും ജനങ്ങൾക്ക് ഒരു അട്രാക്ട്. ഇപ്പൊ എന്താ വെച്ചാല് മൊത്തത്തില് ഇപ്പൊ ബിഗ് ബോസ് എടുത്ത് നോക്കാണെങ്കില് ഇപ്പൊ അധികം ആൾക്കാർ ഇപ്പൊ ഈ ഇന്നെ പോലെ ഇടക്കൊക്കെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരെന്നുവെച്ചെങ്കില് ഈ ജാസ്മിൻ, ജബ്രി, അൻസിബ അങ്ങനെ കുറച്ച് ടീമിനെ മാത്രം ആ മുടിയന് ടീമിനെ. ബാക്കിയുള്ളവരൊന്നും നമുക്കറിയില്ല. കാരണം എന്താ, ഓരെത്ര ഫേമസ് അല്ല. ജാസ്മിൻ ഫേമസ് ആയതുകൊണ്ട് 4 ആൾക്കാർ ഓരോ അറിയാം. അപ്പൊ കൂടുതൽ വോട്ട് ചെയ്യും, വോട്ടിംഗ് ഉണ്ടാവും. അതാണ് മെയിൻ. അത് ഓ തമ്മിൽ അങ്ങനത്തെ ഒരു ചെറിയ ഈഗോ വർക്കൗണ്ട് ഒന്ന് അല്ലേ? അതെ അങ്ങനെ അതുകൊണ്ടാണ്. കാരണം ജാസ്മിന് മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതല്ലേ, അത്ര ആൾക്കാർ പരിചയം. അപ്പൊ ആൾക്കാർ വോട്ടിങ്ങിലല്ല ജയിക്കുക. അതെ, ആ വോട്ടിങ് റെഡിയാണ്. മറ്റവർക്ക് പിന്നെ സീസൺ 6 ജിബ്രിയും പിന്നെ ജാസ്മിൻ ഗബ്രിയും കൊണ്ടുപോകാൻ സാധ്യത. മാത്രമല്ല ഇത് പെരീക്കാരം ചിലപ്പോ കൊണ്ടുപോവാ. രണ്ടാളും പെരീക്കാരോ ബാപ്പാടെ വേറെ കല്യാണം നോക്കിയിട്ടേ. ഇത് മിക്കവാറും ആ കൊലത്തേക്കാണ് പോവാൻ. ഒരു കല്യാണം ഒഴിവാക്കില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചാല് ജാസ്മിന് എൻഗേജ്മെന്റ് കഴിഞ്ഞിക്കൊണ്ടെന്ന് പറയണ്ടേ, അതായത് നിക്കാഹ് കഴിഞ്ഞിക്കൊണ്ടല്ലേ അറിയണ്ടേ. അത് വേറെ കാര്യമുണ്ട്. അത് ബാപ്പാന്റെ പ്രത്യേകിച്ച് ബാപ്പ പല ന്യൂസിനും പല മര്യാദ കൊടുക്കണ്ടേ. ഇപ്പൊ സത്യം പറഞ്ഞാല് ഏഷ്യാനെറ്റിന്റെ ന്യൂസും കൈരളിന്റെ ന്യൂസും സകല ന്യൂസും ഒപ്പം വെച്ചിക്കാണ്ട് ഇതാക്കണം. ഇന്നാലേ ഇപ്പൊ ജാസ്മിന്റെ എന്താന്ന് അറിയുള്ളൂ. പിന്നെ ലാസ്റ്റ് ഉണ്ട് ജാസ്മിൻ ഒരു ചപ്പാത്തി ഉണ്ടാക്കണം. അതിന്റെ ഇടയിൽ മറ്റാൾ പറയണ്ടേ ഇന്ന് തുപ്പലുള്ള ചപ്പാത്തി തിന്നറിയണ്ടേ. അത് എന്നിട്ട് റീഡ് ചെയ്തിട്ട് വിടാ ഒന്ന് കാണട്ടെ. അവരെ തുപ്പലൊക്കെ തെറിച്ച ചപ്പാത്തിയാണെന്ന് എല്ലാരും തിന്നണ്ടത്. ഞാൻ പറയാം, ഞാൻ എന്റെ ഒരു അല്ല ഇപ്പൊ ഞാൻ പറയാം, ചോറുണ്ടെങ്കിൽ ഞാൻ ചോറുന്നുള്ളൂ രാത്രി. അതാ ഞാൻ പറഞ്ഞത്. യമുനേച്ചി ചപ്പാത്തി കുഴച്ചപ്പോ ഞാൻ നല്ല വൃത്തിയിൽ ചപ്പാത്തി കുഴക്കണല്ലോ, നന്നായിട്ട് ചപ്പാത്തി കഴിക്കാന്ന് വിചാരിച്ചു. ഉരുട്ടി പരത്താൻ തുടങ്ങി. എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. ഇല്ലടാ, സത്യമായിട്ടും ഇല്ല. 22-ാം ദിവസം രാത്രി 9:35. ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ ഞാനും നീയും മാത്രം. ലാസ്റ്റും അതേപോലെ ഉണ്ടായാൽ മതിയായിരുന്നല്ലേ. ഫസ്റ്റ് സെക്കൻഡ് എന്തുണ്ടാക്കി തിന്നും, ആരുണ്ടാക്കും? ഫസ്റ്റ് സെക്കൻഡും ആയിട്ട് മാൻ പിടിക്കുന്നത് റണ്ണറപ്പായിട്ടും ഉറങ്ങിക്കോളാനാ. സംഭവം തരാം. ഇത് ഈ മൊബൈലില് കളിച്ച മാതിരി പെരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയേക്കണം. പിന്നെ ഇത് അറിയുള്ള അത് ശരിയാണ്. അത് ആ പരത്തുമ്പോ കാണുമ്പോ തന്നെ പറയണ്ടേ, ഗിബ്രി പറയണ്ടേ. ഗിബ്രി അപ്പൊ പറയണല്ല, നമ്മൾ രണ്ടാളും ഇനി ലാസ്റ്റ് ഇവിടെ ഉണ്ടാവോ, ഈ ഒരു ഇത് ഉണ്ടാവോ, ബാക്കിയുള്ളവരൊക്കെ ഔട്ടാക്കും, ഇനി നമ്മളെണ്ടാവും ഉണ്ടാവില്ലെന്ന് പറയും. പക്ഷെ അവർക്കൊരു ലോങ് വിഷയലുണ്ട് കേട്ടോ. ഉണ്ട്. അവർക്ക് എന്തായാലും അതിൻ്റെ ഇടയിൽ ആൻസിയോ പറയണ്ടേ ഇന്ന് പെരീന്ന് ഇന്ന് പിന്നെ തുപ്പലുള്ള ചപ്പാത്തി കാരണം അറിയണ്ടേ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഉണ്ട് അടുക്കളയിൽ നിന്ന് കണ്ടെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ മറിച്ചുണ്ട്. ഏതായാലും അവസാനത്തെ പന്തളിയാണ് നല്ല രസമായത്. പന്തളി ഏതായാലും ബിഗ് ബോസിൽ ജാസ്മിൻ ഒരു വാശിയിൽ ഇങ്ങനെ മുന്നേറുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവും വിചാരിച്ചിട്ടുണ്ട്. ഒന്നും ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു, ഇന്നലെ എപ്പിസോഡ് കണ്ടിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡിൽ മിക്കവാറും പിന്നെ ഇവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് ഇന്ന് രാത്രിയൊക്കെ ഇസ്വർക്കലൊക്കെ ഉണ്ടായത്. അതെ അത് അതിൻ്റെമായി ബന്ധമുണ്ട് കുറച്ച്, അതാണ് സംഭവം. പിന്നെ ലാസ്റ്റത്തെ എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഭാഗത്തൊക്കെ ഒരു സെറ്റായി രണ്ടാളും. അതെ കറക്റ്റാണ്. അപ്പോളേ ഏതായാലും ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസിന് വേറെ എന്തൊരു പേര്, നമ്മള് കുയിപ്പോസാ മഞ്ഞാള കളി.